ഗർഭാശയത്തിൻ്റെ അകത്തൊരു കുഞ്ഞ് അനുഭവിക്കുന്ന ഒരു ലോകം എന്താണ്, അതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും കുട്ടിയുടെ ഭൂമിയിലുള്ള ജീവിതം എന്നാണ്. ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ ഈ മരണവാർത്ത അവൾ അറിയിക്കൽ എങ്ങനെയായിരുന്നു. ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള, വൈകാരികമായിട്ട് സന്തുലിതാവസ്ഥയുള്ള, പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവാത്ത, ആങ്സൈറ്റി ഇല്ലാത്ത ഒരു കുഞ്ഞുണ്ടാവാനുള്ള ഒരു നല്ല സാധ്യതയാണ് സ്ട്രെസ് ഫ്രീ ആയ ഗർഭകാലം ഉണ്ടാവുക. അതെങ്ങനെ ബാധിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതതിൻ്റെ കുഴപ്പം. ചിലപ്പോൾ ശരീരത്തെ ബാധിക്കുന്നുണ്ടാവും. പ്രഗ്നൻസിയിലെ കോംപ്ലിക്കേഷൻസ് കൂടാം. പ്രസവ സമയത്ത് വിചാരിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ വളർച്ചയെ അത് സ്റ്റണ്ട് ചെയ്യാൻ പറ്റും. സ്ത്രീകളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായൊരു കാലം എന്ന് പറയുന്ന ആദ്യത്തെ 5 വർഷം വിവാഹ ജീവിതത്തിൽ. 7 മാസമായി കഴിഞ്ഞാൽ ഈ ഗർഭിണിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ട്. ഇതൊക്കെ ആ കാലത്തുള്ള സ്ട്രെസ്സ് കുറക്കാനുള്ളൊരു മെക്കാനിസം ആയിരിക്കണം. ഗർഭകാലത്തെ ഒരു പ്രിപ്പറേഷൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. കാരണം ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മൊത്തം ഡെവലപ്മെൻറ്റിൻ്റെ തന്നെ അങ്ങനെയാണ്. ഇത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഏറ്റവും റാപ്പിഡായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ബ്രെയിനിന് നടക്കുന്ന ലേണിംഗ് കപ്പാസിറ്റി പോലുള്ള കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന ഒരു സമയമാണ് ഈ ഗർഭകാലം എന്നുള്ളത്. ഗർഭകാലത്തിൽ ഈ ഫീറ്റൽ പ്രോഗ്രാമിംഗ് എന്നത് ഏറ്റവും പ്രധാനമാണെന്ന് വായിച്ചിട്ടുണ്ട്. ബയോളജിക്കലി ഉള്ള ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ഭാഗമാണ് ഫീറ്റൽ പ്രോഗ്രാമിംഗ്. ഗുഡ്. ഫീറ്റൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, വൂംബ് ഇക്കോളജി ബിക്കംസ് എ വേൾഡ് ഇക്കോളജി എന്ന് പറയും. വൂമ്പ് എന്ന് പറയുമ്പോൾ ഗർഭപാത്രം. അപ്പോൾ ഈ ഗർഭാശയത്തിൻ്റെ അകത്തൊരു കുഞ്ഞ് അനുഭവിക്കുന്ന ഒരു ലോകം എന്താണ്, അതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും കുട്ടിയുടെ ഭൂമിയിലുള്ള ജീവിതം എന്നാണ്. ഓക്കെ. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ കാലം. 9 മാസം. നമ്മളുടെ വയസ്സൊക്കെ പറയുമ്പോൾ 9 മാസം കുറച്ചാ പറയാറ് അല്ലേ? നിങ്ങൾ വയസ്സെത്ര ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 40 50 പറയുമ്പോൾ അതിൽ പ്ലസ് ഒരു 9 മന്ത് ഇവിടെ ഇടാണ്ട്. കാര്യം ആ 9 മന്തിലാണ് നമ്മൾ ഫോം ചെയ്യപ്പെട്ടത്. അതെ. അതിനുശേഷം നമുക്ക് പുതിയ ഓർഗനൊന്നും ഉണ്ടായിട്ടില്ല. ഉള്ളത് കൂടുതൽ ഫങ്ഷൻ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 9 മാസക്കാലം ശരീരം മാത്രമല്ല ഉണ്ടാവുന്നത്, പിന്നീട് ജീവിക്കാൻ ആവശ്യമുള്ളൊരു മനസ്സും കൂടെ അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതിൽ ഈ പ്രിനാറ്റൽ സ്റ്റേജ് അഥവാ ഗർഭകാലത്തെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്ന് അമ്മയുടെ മാനസികാവസ്ഥയാണ്. അമ്മയുടെ മാനസികാവസ്ഥ തന്നെയാണ്. അപ്പോൾ ആ മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് നല്ല മാനസികാവസ്ഥ തന്നെ ഉണ്ടാകും. അപ്പോൾ അതിൽ ഭംഗം വരുത്തുന്ന കാര്യങ്ങളാണ് അമ്മ അനുഭവിക്കാൻ സാധ്യതയുള്ള വ്യത്യസ്ത തരം സ്ട്രെസ്സുകൾ. ഓക്കെ. ഇന്നത്തെ ഒരു കാലത്ത് സ്ട്രെസ് പോയിൻ്റ് ഒരുപാടുണ്ട് നമ്മുടെ ലൈഫിൽ. സ്ട്രെസ് പോയിൻറ്റ്സ്. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവുന്നു, സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാം. ജോലിയുമായി ബന്ധപ്പെട്ട സ്ട്രെസ് ഉണ്ടാവും. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പ്രഗ്നൻസി വരുമ്പോൾ അതിനകത്ത് സ്ട്രെസ് ഉണ്ടാവാം. ഫാമിലീൻ്റെ സപ്പോർട്ടില്ല. ഇനിയിപ്പോൾ 1-2 ഗർഭം ഉണ്ടായി, അത് അവർ വിചാരിച്ച ആൺകുട്ടിയല്ല പെൺകുട്ടിയല്ല. പിന്നെ ആൺകുട്ടിയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം, 2 പെൺകുട്ടികളുണ്ടായി. ഇപ്പം 3ാമത് ഗർഭിണിയാകുമ്പോൾ ഇത് ആൺകുട്ടിയാവണം എന്നുള്ളൊരു ഭയങ്കരമായ ഒരു എന്താ പറയുക, ഒരു അലിഖിത നിയമ കുടുംബത്തിലുണ്ടാവും. ഇത് ഈ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു സ്ട്രെസ്സ് ചെറുതായിരിക്കില്ല. അതെ. അതുപോലെ പങ്കാളിയുടെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട ഇമോഷണൽ സപ്പോർട്ട് കിട്ടാതെ പോവുക. അതെ. വേറെ എന്തെങ്കിലും ട്രൊമാറ്റിക്കായ അനുഭവങ്ങൾ ഉണ്ടാവുക, എന്തെങ്കിലും ദുരന്താനുഭവങ്ങൾ ഗർഭകാലത്തുണ്ടാവും. ഞാനിപ്പോൾ അടുത്തിപ്പോൾ ഉണ്ടായൊരു അനുഭവം, എൻ്റെ വളരെ അടുത്തൊരു വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞ്, അവരുടെ മകൾ ഗർഭിണിയാകുമ്പോൾ 7-ാം മാസത്തിൽ ഹസ്ബൻഡ് മരിക്കുകയാണ് ആക്സിഡൻറ്റിൽ. അദ്ദേഹം പറയാൻ, ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ ഈ മരണവാർത്ത അവൾ അറിയിക്കൽ എങ്ങനെയായിരുന്നു. അതെ. അപ്പോൾ ഈ ഏറ്റവും ക്രൂഷ്യലായ പീരീഡാണ്. ഒരു പ്രഗ്നൻസീൻ്റെ 3 സ്റ്റേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്ന ആദ്യത്തെ 3 മാസക്കാലം. ഈ ആദ്യത്തെ 3 മാസക്കാലം പ്രഗ്നൻസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞ് ഗർഭാശയത്തിൻ്റെ അകത്തോട്ട് ഈ ഫീറ്റസ് ഇംപ്ലാന്റ് ചെയ്യപ്പെട്ടു, അതിൻ്റെ അകത്ത് വളരാൻ തുടങ്ങുന്നു, കുഞ്ഞിന് അവയവങ്ങളുണ്ടായി വരുന്നു. അങ്ങനെ ഭയങ്കര ഒരു മാജിക്കൽ സ്റ്റേജ് ആണല്ലോ ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത്. കുഞ്ഞു കണ്ണുകൾ, കുഞ്ഞു കാലുകൾ, കുഞ്ഞു വിരലുകളൊക്കെ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ വരുന്നൊരു സമയം. പിന്നീട് ഇത് സ്റ്റേബിളാവുന്നു, മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവസാനത്തെ ഒരു ട്രൈമസ്റ്ററിൽ 3 മാസത്തിലാണ് എന്ത് ചെയ്യുന്നത്, മേജർ ഓർഗൻസിൻ്റെ ഒരു ഫിനിഷിംഗ് വർക്ക്, നമുക്കറിയാം ലങ്സിൻ്റെയും അതേപോലെ തലച്ചോറിൻ്റെയൊക്കെ ഫിനിഷിംഗ് വർക്ക് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒട്ടും സ്ട്രെസ് ഇല്ലാതിരിക്കുക എന്നുള്ളത്, ഒരു നല്ല കുഞ്ഞ് ജനിക്കാനുള്ള, ആരോഗ്യമുള്ള കുഞ്ഞ്, ബുദ്ധിശക്തിയുള്ള കുഞ്ഞ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള, വൈകാരികമായിട്ട് സന്തുലിതാവസ്ഥയുള്ള, പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവാത്ത, ആങ്സൈറ്റി ഇല്ലാത്ത ഒരു കുഞ്ഞുണ്ടാവാനുള്ള ഒരു നല്ല സാധ്യതയാണ് സ്ട്രെസ് ഫ്രീ ആയ ഗർഭകാലം ഉണ്ടാവുക. ഇത് പലപ്പോഴും ഒരു സ്ത്രീ മാത്രം വിചാരിച്ചാൽ നടക്കില്ല.
നടക്കില്ല. സപ്പോർട്ടിങ് എൻവയോൺമെൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. സപ്പോർട്ടിംഗ് ആയ, വളരെ പ്രിപ്പയർഡ് ആയ സപ്പോർട്ടിംഗ് ആയ ഒരു എൻവയോൺമെൻറ്റ്, ഒരു അന്തരീക്ഷം, കുടുംബത്തിലും ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ് ജോലി സ്ഥലത്തും ഒക്കെ പ്രധാനപ്പെട്ട സംഗതി. എനിക്ക് തോന്നുന്നു ഗർഭിണി ആയിരിക്കുമ്പോൾ ഒരു കൂടുതലായിട്ട് ഇമോഷണൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യത, ഹോർമോണൽ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതകാലത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹോർമോൺ ചേഞ്ച് വല്ലാതെ മാറ്റങ്ങൾ വരുത്തുന്ന 4 ഘട്ടങ്ങളിലാണ്. ഒന്ന് ഫസ്റ്റ് മെനാർക്കി, ആർത്തവാരംഭ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ വരും. ശരീരത്തിലും മനസ്സിലും ചിന്തയിലും ഇമോഷൻസിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും. 2ാമത്തെ സ്റ്റേജ് എന്നൊരു പ്രഗ്നൻസിയാണ്. 3ാമത്തെ പ്രസവമാണ്. 4ാമത്തെ നമുക്ക് അറിയാവുന്ന പോലെ മെനോപോസ് ഘട്ടമാണ്, ആർത്തവവിരാമഘട്ടം. ഈ 4 ഘട്ടങ്ങളിലും എന്ത് ചെയ്യാം, വൈകാരികമായിട്ട് ഇമോഷണലായ ഇൻസ്റ്റബിലിറ്റികൾ വന്നുകൊണ്ടിരിക്കുക, മൂഡ് സ്വിങ്സ് നന്നായിട്ട് വരാം. അവിടെ ഈ ഒരു സ്ട്രെസ് അനുഭവിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം സ്ട്രെസ്സ് 2 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. നമ്മൾ പറയുന്നത് ഒരു അക്യൂട്ട് സ്ട്രെസ്സും ഉണ്ട്, ഒരു ക്രോണിക് സ്ട്രെസ്സും ഉണ്ട്. ഒരു പെട്ടെന്നൊരു സംഭവം ഉണ്ടായി, അതിൽ കുറച്ച് സ്ട്രെസ്ഡായി, പിന്നെ റിലീസായി, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ക്രോണിക്കായിട്ട് നിലനിൽക്കുന്ന സ്ട്രെസ്സ് ഗർഭകാലത്തുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടീനെ ബാധിക്കാനുള്ള സാധ്യത എത്രയോ കൂടുതലാണ്. അതെങ്ങനെ ബാധിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതതിൻ്റെ കുഴപ്പം. ചിലപ്പോൾ ശരീരത്തെ ബാധിക്കുന്നുണ്ടാവും, പ്രഗ്നൻസിയിലെ കോംപ്ലിക്കേഷൻസ് കൂടാം, പ്രസവ സമയത്ത് വിചാരിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പിന്നെ വളർച്ചയെ അത് സ്റ്റണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുവിധം പ്രശ്നങ്ങളൊന്നും അമ്മയുടെ ശരീരത്തിലുണ്ടാവുന്ന ഒരുവിധം അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കുട്ടിയിലേക്ക് എത്തില്ല. പക്ഷേ ഓവറായിട്ട് അമ്മയുടെ ശരീരത്തിൽ കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യപ്പെട്ടാൽ അത് പ്ലാസൻ്റെയും ക്രോസ് ചെയ്തുകൊണ്ട് കുഞ്ഞിലേക്കെത്തും. ഇത് എന്താ പറയുക, പലപ്പോഴും കുടുംബ സാഹചര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. ഈ സ്ട്രെസ് അടുപ്പിക്കാത്ത ഒരു പ്രഗ്നൻസി കൊടുക്കുക എന്നുള്ളതായിരിക്കും ഒരു ഗർഭിണി കൊടുക്കാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം. ഞാൻ കൂടെ ഉണ്ടെന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നത്, അത് ഗർഭിണിക്ക് മാത്രമല്ല, അകത്തുള്ള കുട്ടിയെ അതിനാരും കാണാറില്ല പലപ്പോഴും. ഇപ്പോൾ കുടുംബത്തിൻ്റെ അകത്തൊക്കെ പലപ്പോഴും ഈ വഴക്കുകളുണ്ടാവുക. ഇപ്പോൾ സ്ത്രീകളുടെ ജീവിതം നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ തികച്ചും പരിചയമല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇവൾ വരുന്നുണ്ടാവുക. ചിലപ്പം പ്രിപ്പയർഡ് അല്ലാത്തൊരു പ്രഗ്നൻസി വരുന്ന തൊട്ടടുത്ത മാസം തന്നെ. അവളെ ഈ അന്തരീക്ഷത്തിൽ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവില്ല, അതിലേക്ക് ഈ പ്രഗ്നൻസി കൂടെ വരുന്നത്. സ്ത്രീകളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കാലം എന്ന് പറയുന്നത് ആദ്യത്തെ 5 വർഷം വിവാഹ ജീവിതത്തിൽ. കാരണം പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് ഒരു പാകപ്പെട്ട് വരണം, വേര് പിടിച്ച് വരണം. ആ പാകപ്പെടായ്മയും വേര് പിടിക്കായ്മയും ഒക്കെ ആ കാലത്തുണ്ടാവുന്ന ഗർഭത്തെയും കുഞ്ഞിനെയും ബാധിക്കും. ആ സമയത്ത് ഒരുപാട് കൺസേൺസ് അവിടെ വീട്ടിലുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഒരു കൂട്ടുകുടുംബത്തിലേക്കായിരിക്കുമല്ലോ ഇവർ വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലേക്കും വരും. ഒരുപാട് തരത്തിൽ കുട്ടികളെ ബാധിക്കും. ആരോഗ്യത്തെ, ബുദ്ധിശക്തിയെ, പഠനത്തെ, ശ്രദ്ധയെ, ഓർമ്മയെ, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവിനെ. പെട്ടെന്ന് ഇപ്പോൾ ഈ ഗർഭകാലത്തൊക്കെ അമിതമായിട്ട് സ്ട്രെസ് അനുഭവിച്ച ഒരു ഗർഭകാലമുള്ള കുഞ്ഞാണെങ്കിൽ പിന്നീട് സ്ട്രെസ്സിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും വരും. ലൈഫിൽ പിന്നീട് സ്ട്രെസ്ഫുള്ളായ അന്തരീക്ഷം വരുമ്പോൾ വളരെ പെട്ടെന്ന് സെൻസിറ്റീവ് ആവും, വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളുകളായിട്ട് മാറും. ആങ്സൈറ്റി പോലെയുള്ള പ്രയാസങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ സാധ്യതയുണ്ട് ഈ കുട്ടികൾ. അപ്പോൾ ആരോഗ്യത്തിന്, പഠനത്തിന്, എല്ലാത്തിനും എന്ത് ചെയ്യാം, പിന്നെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് പ്രഗ്നൻസിയിലെ സ്ട്രെസ് എന്നുള്ളത്, പ്രീനാറ്റൽ സ്ട്രെസ്. ഇപ്പോഴും ഒരുപാട് പഠനങ്ങൾ അതിനെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് പഴയ സിസ്റ്റം ഉണ്ടല്ലോ. ഒരു ഫസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിൽ 7 മാസമായി കഴിഞ്ഞാൽ ഈ ഗർഭിണിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ട്. ഇതൊക്കെ ആ കാലത്തുള്ള സ്ട്രെസ് കുറക്കാനുള്ളൊരു മെക്കാനിസം ആയിരിക്കണം. അങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ജനിക്കാൻ പോകുന്നൊരു കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി എന്താണെന്ന് ചോദിച്ചാൽ മാനസിക സമ്മർദ്ദമില്ലാത്തൊരു ഗർഭകാലം നമുക്ക് കൊടുക്കുക.